ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം ശ്ലോകം 20 ത്രൈവിദ്യാമാം സോമപാപൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. അപ്പൊ വേറെ തരത്തിലുള്ള ആളുകൾ, അതായത് ദേവതമാരെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ദേവതമാരെ ആരാധിക്കാനുള്ള ആ വിവരം അവർക്ക് കിട്ടുന്നത് വേദങ്ങളിൽ നിന്നാണ്. അതായത് വേദങ്ങളില് ആകൃഷ്ടരായിട്ടുള്ള ആളുകൾ, അതായത് വേദങ്ങളില് ആകൃഷ്ടരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രഭുപാദരെ ത്രിവേദികളെ കുറിച്ച് പറയും. ത്രിവേദി എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ത്രിവേദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വേദങ്ങൾ പഠിച്ചവരെന്നാണ് അർത്ഥം. 3 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ സാമം, ഋഗ്, യജുസ്, സാമം. അഥർവവേദത്തെ ആക്ച്വലി നമ്മൾ അതൊരു വേദം തന്നെയാണ്, പക്ഷെ അതിനകത്ത് വേറെ ആഭിചാരിക കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ, ലോവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ 3 വേദങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്ന ആളുകൾ. അവരെയാണ് ത്രിവേദികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആക്ച്വലി ഭഗവാനെയാണ് ആരാധിക്കുന്നത്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ്. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരോക്ഷമായിട്ടാണ്. ഇപ്പൊ വേദങ്ങളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ വേദങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. വേദങ്ങളുടെ ഭാഗമായിട്ട് ഉപനിഷത്തുകൾ അതൊക്കെ ഉണ്ട്. നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പോ ഇതിലെല്ലാം അവര്, അതായത് പ്രധാനമായിട്ടും പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ വരുന്നത് കർമ്മകാണ്ഡത്തിലാണ്. കർമ്മകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ തരം യജ്ഞങ്ങൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ യജ്ഞങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ആകർഷകരാകും. കാരണം അതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കൂടുതൽ എൻജോയ്മെന്റ് ആണ്, ഭൗതിക സുഖങ്ങളാണ്. അപ്പൊ ഭൗതിക സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഡയറക്ട്ലി വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ്. അതിനെ ആശ്രയിക്കുമ്പോൾ ഡയറക്ട്ലി ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതിന് പകരമായിട്ട് പരോക്ഷമായിട്ട് ഭഗവാന്റെ ആരാധനയാണ് ചെയ്യുന്നത്. അപ്പോ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരോക്ഷമായിട്ടും ഭഗവാനെ തന്നെയാണ് സേവനം ചെയ്യുന്നത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലക്ഷ്യം മാറും. ഇവിടെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ പറയുന്നത് സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ചെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ജീവിത ലക്ഷ്യം ആക്ച്വലി സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് കൂടുതൽ സുഖം അനുഭവിക്കലല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മുടെ ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാം കുറച്ചും കൂടെ സുഖം കിട്ടണം, നല്ല സുഖകരമായിട്ടുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കരുത്. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ഇവിടെ സുഖങ്ങൾ കിട്ടി വീണ്ടും നമ്മൾ ഈ ജന്മ മൃത്യു ജരാവ്യാധി അതിലേക്ക് വരണം. ഈ സുഖങ്ങൾ കഴിയും, എല്ലായ്പ്പോഴും സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സുഖങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി കാണുന്നതാണ്. സുഖത്തിൽ മാത്രമല്ല ദുഃഖം ഇവിടെ ഡെയിലി വരുന്നതാണ്. ദുഃഖമുണ്ട് ഡെയിലി. അപ്പൊ ആ ദുഃഖം അനുഭവിക്കേണ്ടവരും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ആത്യന്തികമായിട്ടുള്ള സുഖമുള്ള, സ്ഥിരമായിട്ടുള്ള സുഖമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം സ്ഥിരമായിട്ടുള്ള സുഖം തന്നെയാണ്. അതാണ് ആക്ച്വൽ ലക്ഷ്യം, അതായിരിക്കും ലക്ഷ്യം. പക്ഷെ അതിനുള്ള മാർഗത്തിലേക്ക് നമ്മൾ വരണം. അതിനുള്ള മാർഗത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇതുപോലുള്ള പരോക്ഷ മാർഗത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? ഈ വേദങ്ങൾ പഠനം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ദേവതാ ആരാധന നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം ആക്ച്വലി അവർ യജ്ഞങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ലക്ഷ്യം പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യം കിട്ടുക എന്നുള്ളതാണ്. പുണ്യം കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പുണ്യ ലോകങ്ങളില്, ഉയർന്ന ലോകങ്ങളിൽ ജനിക്കും. ഇവിടെ പറയുന്ന ഇന്ദ്രന്റെ ലോകത്തൊക്കെ ജനിക്കും. ഇന്ദ്രന്റെ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സുഖഭോഗങ്ങളുടെ അളവ് കൂടുതലാണ്. കൂടുതൽ കാലഘട്ടത്തിലേക്ക് നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും. സുഖഭോഗങ്ങൾ കൂടുതൽ ഉണ്ടാകും. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു, വേദങ്ങളൊക്കെ പഠിച്ചു, പുണ്യകർമ്മങ്ങൾ ചെയ്തു, കൂടുതൽ സുഖം കിട്ടി, പുണ്യകാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, ആ പുണ്യം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഈ സ്വർഗലോകങ്ങളിൽ ജനിക്കും. അവിടെയും കൂടുതൽ കാലങ്ങളിൽ ജനിക്കാനും ജീവിക്കാനും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് പറയുന്നത്, ഭഗവാൻ പറയുന്നത് ഇത് പരോക്ഷമായിട്ടുള്ള പ്രവൃത്തികൾ, ഇത് ഡയറക്ട്ലി പ്രവൃത്തിയല്ല, ഡയറക്ട്ലി ഭഗവാന്റെ ആരാധനയല്ല.
ഡയറക്ട്ലി ഭഗവാന്റെ ആരാധന ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പരോക്ഷമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പരോക്ഷ ഭക്തന്മാർക്ക് കിട്ടുന്ന ആത്യന്തികമായിട്ട് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം 21. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. ഇവിടെ പറയുന്നത് ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗ അന്വേഷികൾക്ക് ജന്മം മൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഇതാണ് ഈ ദേവതാ ഭക്തന്മാരുടെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി ഇപ്പൊ നമ്മൾ പല യജ്ഞങ്ങൾ, ഹോമങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ കിട്ടും. നമുക്ക് പുണ്യപ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ്. പുണ്യപ്രവൃത്തിയും ആധ്യാത്മിക പ്രവൃത്തിയും രണ്ടാണ്. നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും പുണ്യപ്രവൃത്തിയെക്കുറിച്ചും ആധ്യാത്മിക പ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, പുണ്യപ്രവൃത്തികൾ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. ഇതാണ് ഒരു സാധാരണ മനുഷ്യന്റെ, ഒരു നല്ല മനുഷ്യന്റെ ചിന്ത. വെരി ഗുഡ്, നല്ലതാണ്. അവരും നല്ല ആളുകൾ തന്നെയാണ്, അവരും പുണ്യവാന്മാരാണെന്ന് ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പുണ്യപ്രവൃത്തികളല്ല. അവിടെ വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയല്ല, നമ്മൾ ചെയ്യുന്നത് ആധ്യാത്മിക പ്രവൃത്തിയാണ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആണ്. എന്താണ് സ്പിരിച്വൽ ആക്ടിവിറ്റീസും പുണ്യപ്രവൃത്തികൾ തമ്മിൽ വ്യത്യാസം? ഇത് പുണ്യപ്രവൃത്തി, പയസ് ആക്ടിവിറ്റി ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റി രണ്ടാണ്. വാട്ട് ഈസ് പയസ് ആൻഡ് വാട്ട് ഈസ് സ്പിരിച്വൽ? സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആത്മ, സ്പിരിറ്റ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഭഗവാന്റെ അംശമായ എന്ന നിലയിൽ ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നതാണ് ആക്ച്വലി സ്പിരിച്വൽ ആക്ടിവിറ്റി. അതിന്റെ റിസൾട്ട് എന്താണ്? സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പിരിച്വൽ റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. പുണ്യപ്രവൃത്തികൾ ഏകദേശം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുണ്യപ്രവൃത്തികൾ, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളും മറ്റുള്ള എല്ലാ പുണ്യപ്രവൃത്തികളും, ദേവന്മാരെ പൂജിക്കലും അങ്ങനെയുള്ള പുണ്യ ഫലങ്ങൾക്ക് വേണ്ടി. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ റിസൾട്ട് എന്താണ്? പുണ്യഫലങ്ങൾ നമുക്ക് കിട്ടും. ഈ പുണ്യഫലങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അടുത്ത ജന്മത്തിലേക്ക്, തീർച്ചയായിട്ടും കൊണ്ടുപോകാം. എന്താ ചെയ്യുന്നത്? പുണ്യഫലങ്ങൾ ചെയ്യുമ്പോൾ ആ പുണ്യഫലങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരം കിട്ടും. മറ്റേതെന്താണ്? സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ സ്പിരിച്വൽ ആക്ടിവിറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് ഒരു ബോഡി എടുക്കേണ്ടി വരില്ല. ഇവിടെ പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ പുണ്യത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് നല്ല ഒരു ജീവിതം നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ ജീവിതം കിട്ടുമ്പോൾ എപ്പോഴാണ്? അവിടെയാണ് പറയുന്നത് സ്വർഗ്ഗലോകങ്ങൾ ചിലപ്പോൾ പോയേക്കാം. ചില ആളുകൾക്ക് അത് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ എന്താണ് അവരുടെ റിസൾട്ട്? എന്താണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഇവിടെ പറയുന്നത്. അതായത് ഈ പുണ്യഫലങ്ങൾക്ക് ഒരു ദൈർഘ്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ദൈർഘ്യത്തെക്കാളും കൂടുതലാണ്, തീർച്ചയായിട്ടും കൂടുതലാണ് അവിടുത്തെ ജീവിത ദൈർഘ്യം. തീർച്ചയായിട്ടും കൂടുതൽ കാലം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ആ സുഖത്തിന്റെ കാലാവധി കഴിയുമ്പോൾ, പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടും. ഇത് കഴിഞ്ഞല്ലോ. അപ്പൊ വീണ്ടും തിരിച്ച് ഈ നശ്വരമായ ഭൂമിയിലേക്ക് വരണം, വീണ്ടും ഇവിടെ വരണം, വീണ്ടും നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്യും, വീണ്ടും അങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ചു വരും. എന്താണ് ഇതിന്റെ ആത്യന്തിക ഫലം? എന്താണ്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പുണ്യകർമ്മങ്ങൾ ചെയ്യും, നല്ല റിസൾട്ട്, കുറെ നാളെ എൻജോയ് ചെയ്യും, തിരിച്ചു വരും, ഇവിടെ വീണ്ടും വരും, വീണ്ടും പുണ്യകർമ്മങ്ങൾ ചെയ്യും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് മോചനം നേടാനായിട്ട് ഈ ദേവതാ ഭക്തന്മാർക്ക് കഴിയില്ല. അതാണ് ദേവതാ ഭക്തന്മാരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ ഫലം അതാണ്. ചിലപ്പോൾ അവരുടെ ലക്ഷ്യം ജീവിതത്തിന്, അവരുടെ ലക്ഷ്യം ഇതായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? സ്വർഗീയ സുഖങ്ങളായിരുന്നു. അപ്പൊ ആ സ്വർഗീയ സുഖം അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ ഈ ദേവതാ ഭക്തന്മാരുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? സ്വർഗീയ സുഖമാണ്. സ്വർഗീയ സുഖം കിട്ടും, അതിനുശേഷം തിരിച്ചു വരും, വീണ്ടും സ്വർഗീയ സുഖം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് താഴേക്കിടയിലുള്ള ബുദ്ധിയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ദേവതാ ഭക്തന്മാര് ഭഗവാൻ ഇവിടെ പറയുന്നത് താഴേക്കിടയിലുള്ള ബുദ്ധി, അതായത് ഇത് ഉയർന്ന ബുദ്ധിയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആധ്യാത്മിക ലോകം വരെ ചിന്തിക്കുന്ന, അതായത് ആധ്യാത്മിക ലോകമല്ല, ഈ ഭൗതിക ലോകത്തിലെ ഉയർന്ന ലോകങ്ങൾ ആഗ്രഹിക്കുന്നവര്
അവര് താഴ്ന്ന ബുദ്ധിയുള്ള ആളുകളാണെന്ന് പറയുന്നത്. അവർക്ക് ആധ്യാത്മിക ലോകത്തേക്ക് അറിയില്ല, അവരുടെ ജ്ഞാനം പരിപൂർണമല്ല. അപ്പൊ പൂർണ്ണ ജ്ഞാനമുള്ള ആളുകള് ഭഗവത് ധാമത്തിലേക്ക്, കാരണം അവർക്ക് ഭഗവത് ധാമത്തെ കുറിച്ച് അറിയില്ല ആക്ച്വലി. ഇപ്പൊ നമ്മൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് എന്താണ്, ചില പ്രഭുപാദരുടെ ഭഗവത്ഗീത വായിക്കാനും ഈ ഭക്തി ഉത്സവത്തിലൊക്കെ നമുക്കറിയാം, ഭഗവത്ഗീത ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനമില്ല. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആധ്യാത്മിക പ്രവൃത്തികൾ ചെയ്യണം. നമ്മളിതിങ്ങനെ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആധ്യാത്മിക പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ആ റിയലൈസേഷൻ വരുന്നത്. നമുക്ക് ആക്ച്വലി ആ ഭഗവത് ധാമത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ ആധ്യാത്മിക പ്രതീതി, ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആധ്യാത്മിക പ്രവൃത്തികൾ മുന്നേറുമ്പോഴാണ് നമുക്ക് ഈ ആധ്യാത്മിക ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ ജ്ഞാനവും നമുക്ക് കിട്ടുള്ളൂ. റിയലി നമുക്ക് അറിയും, നമുക്ക് ഈ ലോകത്തിൽ തന്നെ, ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടുതൽ മന്ത്രങ്ങൾ, നാമങ്ങളൊക്കെ ജപിക്കുന്നത്. ഓരോരുത്തർ കൂടുതൽ കൂടുതൽ നാമം ജപിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫലം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്. ഇപ്പൊ എന്തൊക്കെയാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ അത് നമുക്ക് അറിയാം. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രത്യേകത, നമ്മൾ എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ദേവതാ ഭക്തന്മാരായിരുന്നു, ഇപ്പൊ നമ്മൾ ഭഗവാന്റെ ഡയറക്ട്ലി ഭക്തി ചെയ്യാനുള്ള കാരണം ഇത് ഡയറക്ട്ലി പ്രോസസ്സാണ്. ഭഗവാൻ പറയുന്നത് അതെന്ന് പറഞ്ഞിട്ട് എന്താണ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രോസസ് അല്ല. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവിധിപൂർവകം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അതിലേക്ക് വരാം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് വിധിപൂർവം അല്ല അത് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ദേവതാ ഭക്തി ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം സ്വർഗീയ സുഖമാണ്. അപ്പൊ അവരുടെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്, പ്രാപ്യസ്ഥാനം എന്താണ്, അവർക്ക് എന്ത് സംഭവിക്കും? അവർ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇതിങ്ങനെ ഭൂമിയിൽ വരും, വീണ്ടും പുണ്യപ്രവൃത്തി ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ജന്മം, മൃത്യു, ജരാവ്യാധിയാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ പൂർണ്ണജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ പൂർണ്ണജ്ഞാനം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൂർണ്ണജ്ഞാനം എവിടെ നിന്ന് കിട്ടും? 3 കാര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ഒന്ന് ഗുരു, സാധു, ശാസ്ത്രം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഗുരു ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ശാശ്വതമായ അവസ്ഥ ഇതല്ല. ഈ ഭൂമിയിലും സ്വർഗലോകത്തിലും കിടന്ന് കറങ്ങുന്നതല്ല ശാശ്വതമായ അവസ്ഥ. ശാശ്വതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ അവസ്ഥയാണ് ശാശ്വതം. സച്ചിത് ആനന്ദ, അത് ശാശ്വതമാണ്. പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തില്, പൂർണ്ണമായിട്ടുള്ള ആനന്ദമായ അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭഗവത്ഗീതയിലും ഭാഗവത്തിലൂടെയും ആചാര്യന്മാരിലൂടെയാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം. അപ്പോ എന്താണ് ഈ ഇപ്പൊ 2 ഭക്തന്മാരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ദേവ ആരാധന ചെയ്യുന്ന ആളുകള്, അടുത്തത് ശുദ്ധഭക്തന്മാര്. അപ്പൊ ശുദ്ധഭക്തന്മാർക്ക് എന്താണ് ഒരു പ്രത്യേകത? ഇപ്പൊ ദേവതാ ഭക്തന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അവർക്ക് കൂടുതൽ സുഖം കിട്ടും. പക്ഷെ ശുദ്ധഭക്തന്മാർക്ക് എന്താണ് ഇവരെക്കാളും കൂടുതലായിട്ട് കിട്ടുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ശ്ലോകം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞിരുന്നു. ഇതാണ് ഭഗവാൻ ശുദ്ധഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ദേവതാ ഭക്തന്മാരെക്കാളും അധികമായിട്ട് ഭഗവാൻ ശുദ്ധഭക്തന്മാർക്ക് എന്ത് കൊടുക്കും? ശ്ലോകം 22. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്കു വേണ്ടതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് ഭഗവാന്റെ ശുദ്ധഭക്തന് ഭഗവാൻ നൽകുന്നത്. ഇത് ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവത്ഗീതയിലെ വാക്കുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാനെ ഡയറക്റ്റ്ലി ആരാധിക്കുന്നത്. കാരണം ശുദ്ധഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഇതാണ്. അതെന്താണ്? യോഗക്ഷേമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, LIC-ക്കാര് അവരുടെ ഒരു ലോഗോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്യാപ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം, യോഗം ആൻഡ് ക്ഷേമം, ഇത് രണ്ടുമാണ് അവർ പറഞ്ഞേക്കുന്നത്. അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തും. നമ്മുടെ ആഗ്രഹം അതാണ് ആക്ച്വലി. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉള്ളതെല്ലാം നിലനിർത്തും. നമുക്കിതെല്ലാം കൈവിട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം നിലനിർത്തുന്നു ഭഗവാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും എന്നാണ് പറയുന്നത്. യോഗക്ഷേമം വഹാമ്യഹം. ഇപ്പൊ യോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി കൃഷ്ണാവബോധം നേടാനുള്ള ആ യത്നത്തിൽ ഭഗവാൻ നമ്മളെ സഹായിക്കും. അതാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്. യുജ് എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് യോഗം. കൃഷ്ണാവബോധത്തിൽ മുന്നേറാനായിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നേറുന്നത്?
നമ്മൾ ആക്ച്വലി പയ്യെ പയ്യെ ഇങ്ങനെ മുന്നേറുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ നാമൊക്കെ ജപിച്ച് ക്ലാസ് ഒക്കെ കേട്ട് കുറച്ച് ഭഗവാനെ പറ്റി ചിന്തകൾ വന്നു, കുറച്ച് ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മുന്നേറുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് യോഗം, അതായത് ഭഗവാൻ കൃഷ്ണാബോധം നേടാനായിട്ട് ആ യത്നം നമ്മൾ വളരെ ശ്രമിക്കുകയാണ്. കാരണം എല്ലാവരും ജോലിക്കാരാണ്. അങ്ങനെയുള്ള യത്നത്തിൽ ഭഗവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ കഴിയുന്നത്. ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ യോഗം, ക്ഷേമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കരുണാമയമായ രക്ഷയില് നമുക്ക് ജീവിതം ഈ ഭൗതികമായിട്ടുള്ള ബദ്ധജീവിതത്തിൽ വീഴാതെ നമ്മളെ സംരക്ഷിക്കും. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ ഭൗതിക ജീവിതത്തിലാണ്. അപ്പൊ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഉയർന്നു നമ്മളെ വരാനായിട്ട് ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അതാണ് ക്ഷേമം എന്ന് പറഞ്ഞാൽ. ഭഗവാൻ നമ്മളെ, ക്ഷേമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽഫെയർ ആണല്ലോ. അപ്പൊ അതാണ് ഭഗവാൻ ചെയ്യുന്നത്. നമ്മളെ താഴ്ന്ന ജീവിതത്തിലേക്ക്, അതായത് ഭൗതിക ജീവിതത്തിലേക്ക് താഴ്ന്നു പോകാതെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഭക്തന്മാരെ രക്ഷിക്കും. ഇതാണ് ഭഗവാൻ ആക്ച്വലി ഭക്തന്മാർക്ക്, ശുദ്ധ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ഇതാണ്, യോഗക്ഷേമം. അപ്പൊ ഇതിന് അനുബന്ധമായിട്ട് ചില പ്രഭുപാദര് ഒരു കഥ പറയുമായിരുന്നു. ഇപ്പൊ ഇത് സംശയം വരും, ഭഗവാൻ ഇത് സ്വയം യോഗക്ഷേമം വഹാമ്യഹം, വഹാമി എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ വിൽ ക്യാരി വാട്ട് എവർ യു ഹാവ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം, ഐ വിൽ ക്യാരി വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ സ്വയം കൊടുക്കും, അതായത് സ്വയം തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, യമുനാചാര്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, ഒരു പണ്ഡിതനായിരുന്നു ആക്ച്വലി യമുനാചാര്യൻ. അപ്പൊ യമുനാചാര്യൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഭഗവത്ഗീതയുടെ വിവർത്തനങ്ങളൊക്കെ എഴുതിയപ്പോ ഈ വഹാമ്യഹം അതായത് ഞാൻ പേഴ്സണലി ഐ വിൽ ക്യാരി, അപ്പൊ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ പേഴ്സണലി തരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം, ഭഗവാൻ പേഴ്സണലി വന്ന് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിന് സംശയം വന്നു. അദ്ദേഹം അതിന്റെ താല്പര്യം എടുത്തപ്പോൾ അദ്ദേഹം വഹാമ്യഹം എന്നുള്ള ചിലപ്പോൾ തെറ്റായിരിക്കും, അപ്പൊ അദ്ദേഹം കരോമ്യഹം എന്ന് എഴുതി. അതായത് ഞാൻ ചെയ്തു തരും, അതായത് വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കും എന്നുള്ളതാണ്. ഭഗവാൻ വഹാമ്യഹം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം, ഐ വിൽ ക്യാരി എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് അത് വിശ്വാസം വന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ തിരുത്തിയിട്ട്, അത് വെട്ടിത്തിരുത്തിയിട്ട് കരോമി എന്നാക്കി, വഹാമി എന്ന് പറഞ്ഞ പകരം കരോമി എന്നാക്കി. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ, അദ്ദേഹം പുറത്ത്, ബ്രാഹ്മണരുടെ ഡ്യൂട്ടി ആക്ച്വലി ബ്രാഹ്മണര് പാഠനം പഠിക്കുക, പഠിപ്പിക്കുക, അങ്ങനെ ദാനത്തിലൂടെ അവർക്ക് ഭിക്ഷയായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഭിക്ഷ യാചിക്കാനായിട്ട് പോയി. അങ്ങനെ ഭിക്ഷ യാചിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് അവർ ഭക്ഷിക്കുന്നത്. ഭിക്ഷ യാചിച്ച് കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെയാണ് ബ്രാഹ്മണർ. അവർ അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ബ്രാഹ്മണന്മാരാണ് എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാർ കേട്ടോ, അല്ലാതെ പൂണിലിട്ട ആൾക്കാരല്ല. അപ്പൊ എന്തുകൊണ്ട് അവർ ഭഗവാന്റെ സേവനത്തിൽ മാത്രം ഒഴുകുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ ശ്ലോകം പറയുമ്പോൾ ഗോബ്രാഹ്മണ ഹിതായച്ച എന്ന് പറയുന്നത്, പശുക്കളെയും ബ്രാഹ്മണർക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ആള് എന്നുള്ള രീതിയിലാണ് ഭഗവാനെ പറയുന്നത്. അപ്പൊ ഈ ബ്രാഹ്മണൻ പുറത്ത്, അപ്പൊ അദ്ദേഹത്തിന് സംശയമായി, ഭഗവാൻ ഇത് തന്നെത്താനെ, അദ്ദേഹം ബ്രാഹ്മണനാണ്, ഭഗവാനെ കുറിച്ച് പറയുന്ന ആളാണ്, എങ്കിലും ഭഗവാൻ സ്വയം ആളുകളുടെ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇടപെടുമോ, ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം നൽകുമോ എന്ന് അദ്ദേഹം സംശയമായിരുന്നു. ഭഗവാൻ സ്വയം വരില്ല, വേറെ ആരെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ചെയ്യിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പൊ അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടില് 2 കുട്ടികൾ വന്നു. രണ്ട് കുട്ടികൾ. അപ്പൊ ഈ കുട്ടികള് ഒരു പേടിച്ചിട്ടാ വന്നത്, പേടിച്ച അവസ്ഥയിലാണ് വരുന്നത്. അവര് വന്നിട്ട് ഈ ബ്രാഹ്മണ പത്നിക്ക് കുറെ ഭക്ഷ്യ സാധനങ്ങൾ കൊടുത്തു. അവരുടെ വീട്ടിൽ സാധാരണ അവരുടെ വീട്ടിൽ ഒന്നുമില്ല, ബ്രാഹ്മണരുടെ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല. അവര്, ഞാൻ പറഞ്ഞല്ലോ, ഭിക്ഷ യാചിച്ച് അതുകൊണ്ട് കിട്ടുന്നത് കഴിക്കും, അങ്ങനെയാണ്. പിറ്റത്തെ ദിവസം വീണ്ടും ഭിക്ഷ യാചിക്കാൻ പോകണം. ഇവര് വന്നിട്ട്, ഈ കുട്ടികൾ വന്ന് കുറെ ഭക്ഷ്യ സാധനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉടനെ തന്നെ പാചകം ചെയ്ത് കഴിക്കണം. അപ്പൊ ഇത് നിങ്ങൾ ഉടനെ തന്നെ കഴിച്ചില്ലെങ്കിൽ, പാചകം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ എന്നെ ആ ബ്രാഹ്മണൻ വീണ്ടും ശകാരിക്കും, അടിക്കും എന്ന് പറഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച്. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചു പറയും, ആ ബ്രാഹ്മണൻ, യമുനാചാര്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഞങ്ങളെ അടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് സംശയമായി. കാരണം ഈ ബ്രാഹ്മണൻ ആരെ ഉപദ്രവിക്കുന്ന ആളല്ല. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും, യമുനാചാര്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണര് ഒരിക്കലും ആരെ ഉപദ്രവിക്കുന്ന ആളല്ല എന്ന് പറയും. ഈ കുട്ടികളോട് പറയും, അല്ല അമ്മേ, ഇദ്ദേഹം ഉപദ്രവിക്കുന്ന ആളാണ്, ഞങ്ങളെ അടിച്ചു, ഈ ഭക്ഷണ സാധനങ്ങൾ ഉടനെ എത്തിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ എത്തിക്കാൻ വേണ്ടി ഞങ്ങളെ അടിച്ചു എന്ന് പറയും. അപ്പൊ അവർക്ക് വിശ്വാസമാവില്ല. അപ്പൊ അവർ സംശയത്തിൽ നിൽക്കുമ്പോഴത്തേക്കും
രണ്ട് പേരാണ്, രണ്ട് ബാലന്മാരാണ്, ഒരു കറുത്ത ആളും ഒരു വെളുത്ത ആളുമായിരുന്നു. അപ്പോൾ കറുത്ത ബാലൻ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉടുപ്പ് ഊരിയിട്ട് ഇങ്ങനെ കാണിക്കും, പുറത്തിങ്ങനെ അടികൊണ്ട പാട് കിടക്കുകയാണ്. അപ്പൊ അവർ ഭയങ്കരമായിട്ട് അത്ഭുതം, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തന്റെ ഭർത്താവ് കുട്ടികളെ തല്ലുകയെ. അപ്പൊ അവർ പറയും വേഗം, അപ്പൊ ഈ കുട്ടികൾ പറയും ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കണം എന്ന് പറയും. അപ്പോ അവര് പെട്ടെന്ന് പോവുകയും ചെയ്യും, പേടിച്ചിട്ട് പോകും, അദ്ദേഹം വരുന്നതിന് മുമ്പ് പോകും, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾ വീണ്ടും വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അടിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ബ്രാഹ്മണൻ തിരിച്ച് അദ്ദേഹം ഭക്ഷണം അപ്പൊ യാചിച്ചിട്ടൊന്നും കിട്ടിയില്ലെന്ന്, അങ്ങനെ വിഷമിച്ച് അദ്ദേഹം വരികയാണ്. അയ്യോ, ഇന്നിപ്പോ ഭാര്യയ്ക്കും ഒന്നും കൊടുക്കാനില്ല, പിന്നെ തനിക്കും കഴിക്കാനൊന്നുമില്ല. പക്ഷെ അവർക്ക് അതിൽ ഇതൊന്നുമില്ല, ഭഗവാൻ ഒന്നും അനുവദിച്ചില്ല എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. പക്ഷെ വരുമ്പോഴത്തേക്കും ഭാര്യ ഭക്ഷണം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് അത്ഭുതമാവും. എന്ത്? ബ്രാഹ്മണൻ ചോദിക്കും, എവിടെ നിന്ന് കിട്ടി ഈ ഭക്ഷണ സാധനങ്ങൾ? ഇതെന്താണ്? അപ്പൊ പറഞ്ഞു, നിങ്ങളല്ലേ കൊടുത്തു വിട്ടത്, നിങ്ങൾ രണ്ട് കുട്ടികളെ പേടിപ്പിച്ച് തല്ലിയിട്ട് കൊടുത്തു വിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ കുട്ടികളെ ഒന്നും തല്ലുകയോ ആരുടെ കൊടുത്തു വിട്ടില്ല എന്ന് പറയും. ഇല്ല, എന്റെ രണ്ട് കുട്ടികൾ ഇവിടെ വന്ന് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ അവർ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അവരെ ശകാരിച്ച് തല്ലി വിട്ടതെന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അതിനകത്ത് ഒരാള് അദ്ദേഹത്തിന്റെ പുറത്തെ പാട് കാണിച്ചു എന്നു പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, ഏത് കുട്ടികളാണ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ കുട്ടികളെ പറ്റി വിവരിക്കുകയാണ് ഭാര്യ. അവർ വിവരിക്കുമ്പോൾ ഒരാൾ കറുത്ത കുട്ടി, ഒരാൾ വെളുത്ത കുട്ടി. അപ്പൊ അങ്ങനെ വിവരിച്ച് വന്നപ്പോഴത്തേക്കും ബ്രാഹ്മണന് പെട്ടെന്ന് പിടികിട്ടി, അദ്ദേഹത്തിന് പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇത് ഭഗവാൻ തന്നെയാണ്, ഇത് കൃഷ്ണനും ബലരാമനുമാണ് ആക്ച്വലി, വെളുത്ത കുട്ടിയും കറുത്ത കുട്ടിയും. അപ്പൊ അയാള് ശരിക്കും പറഞ്ഞ ആ ബ്രാഹ്മണൻ പറയാണ്, നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു. ഞാൻ ഭഗവാനില് ഇത്രയധികം പൂജിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ കുറിച്ച് പറയുകയും ചെയ്യാൻ എനിക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ വരച്ചില്ലേ, ആ വഹാമി എന്നുള്ളത്, ആ വരയാണ് ആ പാടായിട്ട് ഭഗവാന്റെ പുറത്ത് കണ്ടത്. ഭഗവാൻ വേഗം തന്നെ കണ്ണീര് കൊണ്ട് ആ വര മായ്ക്കുകയാണ് ചെയ്തത്. അതായത് ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തും. ഭക്തന്മാരുടെ കാര്യങ്ങൾ ഭക്തന്മാർക്ക് എന്താണ് വേണ്ടത് അത് ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഞാൻ ആരാണോ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഭഗവാൻ സ്വയം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പേഴ്സണലായിട്ട് ഭഗവാൻ ഇടപെടും. നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, നമ്മൾ എങ്ങനെ ഭഗവാൻ അറിയാനാണ്? ഒരിക്കലും അങ്ങനെയല്ല. ഭഗവാന്റെ നാമം ജപിക്കുന്ന, ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ഭഗവാൻ പേഴ്സണലായിട്ട് ഇടപെടും. ഭഗവാൻ പേഴ്സണലായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അവരെ സംരക്ഷിക്കും. അപ്പൊ ഇതാണ് ഭഗവാനും ദേവതാ ഭക്തന്മാരും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. കാരണം അവർ പരോക്ഷമായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷെ ഇത് നമ്മളെല്ലാം ഭഗവാനെ ഡയറക്ട്ലി, കാരണം ഡയറക്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, അതാണ് ഡയറക്റ്റ്. നമ്മൾ സേവനം ചെയ്യുന്ന ഡയറക്ട്ലി, കാരണം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിനെ ഡയറക്ട്ലി പൂജിക്കുന്നതാണ് നല്ലത്. കാരണം ഇലയുടെ, അതായത് ഒരു ചെടിയുടെ ഇലകളിലും വൃക്ഷങ്ങളിലും ഒക്കെ എത്തിക്കാനായിട്ട്, കാരണം ഈ ഇലകളിലും വൃക്ഷങ്ങളിലും ഒക്കെ വെള്ളം എത്തിക്കാൻ ഡയറക്ട്ലി അതിന്റെ വേരിൽ വെള്ളം ഒഴിച്ചാൽ മതി. ആ ഒരു ഉയർന്ന ജ്ഞാനം നമുക്കുണ്ട്. ഡയറക്ട്ലി ഭഗവാനെ സേവിച്ചാൽ മതി. ഭഗവാന്റെ ശരീരത്തിന്റെ അംശങ്ങളാണ് ഈ ദേവതമാരെല്ലാം എന്നുള്ള ഉയർന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭഗവാനെ ഡയറക്ട്ലി പൂജിക്കുന്നത്, ഡയറക്ട്ലി ഭഗവാന്റെ നാമം ജപിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദേവതമാരും സന്തോഷവാന്മാരാകും. അതിലൂടെ നമുക്ക് ആത്യന്തികമായ ആ പരമപദത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഭഗവാൻ പറയുന്നത്, ഇനി ഈ ദേവതാ ആരാധന എങ്ങനെയുള്ളതാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അന്യദേവതമാരെ ഭജിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതെന്താണ് എന്നാണ് പറയുന്നത്. ശ്ലോകം 23. ഏപ്യന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാഃ തേപി മാമേവ കൗന്തേയ യജന്ത്യവിധിപൂർവകം. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. അതായത് ഭഗവാൻ പറയുന്നത്, ഇപ്പൊ ദേവതാ ഉപാസകർ ആക്ച്വലി ദേവതമാരെ വിശ്വാസപൂർവ്വം അവരെ ആരാധിക്കുന്ന ആളുകളെല്ലാം വാസ്തവത്തിൽ എന്നെയാണ് ആരാധിക്കുന്നത്. കാരണം ഭഗവാനിലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ,
അത് വേരില വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാവരിലും എത്തിച്ചേരും. അപ്പൊ അങ്ങനെ എല്ലാവരും ആരാധിക്കുന്നത് ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള ദേവതമാരെയാണ് ആരാധിക്കുന്നത്. അത് എന്നെ തന്നെയാണ് വാസ്തവത്തിൽ ആരാധിക്കുന്നത്. പക്ഷേ അത് അവിധിപൂർവകം എന്നാണ് പറയുന്നത്. അവിധിപൂർവകം. അപ്പൊ എന്താണ് അവിധിപൂർവകം? വിധിപൂർവം അല്ല, അതായത് ശാസ്ത്രങ്ങളുടെ വിധി അനുസരിച്ചിട്ടല്ല എന്നാണ് പറയുന്നത്. അതായത് ശാസ്ത്രവിധിക്ക് എതിരായിട്ടാണ്. അപ്പൊ എന്താണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾ പറയുന്നത്? എന്താണ് വേദങ്ങളുടെ പർപ്പസ്? വേദങ്ങളുടെ പർപ്പസ് നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്തിനാണ് വേദങ്ങൾ? വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദങ്ങൾ എന്തിനാണ്? വേദങ്ങൾ പഠിക്കുന്ന ഒരു വേദ പഠിതാവ് വാസ്തവത്തിൽ എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ ശരിയായ രീതിയിൽ അറിയുക. അങ്ങനെ ഭഗവാനെ ശരിയായ രീതിയിൽ അറിഞ്ഞ് ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വേദങ്ങൾ. അതാണ് വേദങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതാണ് വേദവിധി. വേദവിധി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനം. വേദം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് അൾട്ടിമേറ്റ്, ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കുന്നതാണ് ആക്ച്വലി ശരിയായ വേദജ്ഞാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭഗവാനാണ് ശരിയായ പരമ ദിവ്യോത്തമ പുരുഷൻ. അപ്പൊ അതാണ് എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ സേവനം ചെയ്യലാണ് ശരിക്കും വിധിപൂർവമായിട്ടുള്ള ആരാധന. അപ്പൊ ഇത് അവിധിപൂർവമാണ്. കാരണം അവിധിപൂർവം എന്ന് പറഞ്ഞ് ദേവതമാരെ അവര് ആരാധിക്കുകയാണ്. എന്തിനാണ്? ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫലങ്ങൾ കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫൈനലി കൊടുക്കുന്ന ആരാണ്? ഭഗവാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഫൈനലി ആർക്കാണ് ഈ റിസൾട്ട് കൊടുക്കുന്ന ആരാണെന്നും പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അവിധിപൂർവകമാണ്. ഡയറക്ട്ലി പൂജിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ. അതായത് ഡയറക്ട്ലി ദേവതമാരെ പൂജിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ ഡയറക്ട്ലി പൂജിച്ചാൽ മതി. കാരണം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് വരിക, അതാണ് വിധിപൂർവമായിട്ടുള്ള ഇത്. മറ്റുള്ള അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് കിട്ടും. ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് നമുക്ക് കിട്ടുന്നത്, ജീവിത പരിപൂർണതയാണ്. അപ്പൊ ദേവത ആരാധന ബുദ്ധി കുറവ്, അതായത് ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പ്രഭുപാദർ പറയുന്നത്. കാരണം പ്രഭുപാദർ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, നമ്മൾ ദേവതമാരെ ആരാധിക്കുമ്പോൾ ഒരു ഗവൺമെന്റിലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇപ്പൊ മന്ത്രിമാരവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ മുഖ്യമന്ത്രി, പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ആ സംവിധാനമുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് ഈ ദേവതമാരെ ആരാധിക്കുന്നതെന്ന് പറയും. ശരിക്കും കൈക്കൂലി കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. അതുപോലെ ഇതും അവിധിപൂർവകമാണ്. നമ്മൾ ഓരോ ദേവതമാരിൽ ചെന്നിട്ട് എനിക്ക് ഇന്നത് തരൂ എന്ന് ആവശ്യപ്പെടും. കാരണം ഗവൺമെന്റ് ആണ് എല്ലാം തരുന്നത്. അപ്പൊ ഭഗവാനാണ് എല്ലാം തരുന്നത്. അപ്പൊ നമ്മളൊരു ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തിട്ട് ആ ഗവൺമെന്റ് തരുന്ന ആ ഫലം, ഇപ്പൊ എന്താണെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഫലം ചിലപ്പോ വല്ല പെൻഷൻ ആവാം, അങ്ങനെ പല പല ആനുകൂല്യങ്ങളുണ്ടല്ലോ. ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് ദേവതമാരെ ആരാധിക്കുന്നതെന്നാണ് ഇവിടെ പ്രഭുപാദർ പറയുന്നത്. അപ്പൊ അങ്ങനെ ദേവതമാരെ ആരാധിക്കുന്നത് അവിധിപൂർവകമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ അവിധിപൂർവകമായിട്ട് സംഭവിക്കുന്നവരുടെ ആത്യന്തികമായിട്ട് അവരെവിടെ എത്തിച്ചേരും? അവർക്ക് എവിടെയാണ് അവരുടെ സ്ഥലം? എന്തവർക്ക് സംഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? 24. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാമഭിജാനന്തി തത്വേന തത്സ്യവന്തി തേ. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്? അതായത് ഭഗവാനാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്. ഇതാണ് നമ്മൾ മനസ്സിലായത്. ഇത് ഭഗവാൻ ഡയറക്റ്റ്ലി പറയാണ്, എല്ലാ യജ്ഞങ്ങളുടെ ഭോക്താവ് ഞാനാണ്. അപ്പോ അതുകൊണ്ട് എൻ്റെ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. അപ്പൊ അവര് വീഴ്ചയാണ് ഫലം എന്ന് പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഭഗവാന്റെ ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. അപ്പൊ യജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അറിയായിരിക്കും, ഹോമങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഭഗവാന്റെ ഒരു റെപ്രസെന്റേഷൻ വെക്കും. വിഷ്ണു പൂജ എന്നാ പറയുന്നത് യജ്ഞത്തിന്. യജ്ഞം എന്ന് പറഞ്ഞാൽ അർത്ഥം വിഷ്ണു എന്നാണ്. അപ്പൊ വിഷ്ണു പൂജ നമ്മളെല്ലാവരും ഒരു കലശത്തില് നാളികേരം ഒക്കെ വെക്കും, അത് വിഷ്ണുവിന്റെ സിമ്പലാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ യജ്ഞം നടത്തുമ്പോൾ വിഷ്ണുവിനെയാണ് ആക്ച്വലി ആത്യന്തികമായിട്ട് വിഷ്ണുവിലേക്കാണ് ഇത് പോകുന്നത്. അതെല്ലാ യജ്ഞം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, പൂജാരിമാർക്ക് അറിയാം ആക്ച്വലി. അപ്പൊ അതുകൊണ്ട്
യജ്ഞം എന്ന് പറഞ്ഞാൽ ഫൈനലി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തലാണ് യജ്ഞം. അപ്പൊ നമ്മൾ ഓരോ ദേവതമാരുടെയും പേരിൽ നടത്തുന്ന യജ്ഞങ്ങളെല്ലാം ഫൈനലി ചെല്ലുന്നത് ഭഗവാനിലേക്കാണ്. ഭഗവാനാണ് ആ റിസൾട്ട് കൊടുക്കുന്നത്. പക്ഷെ അവിധിപൂർവകമാണ്. അവരുടെ വീഴ്ച വരും എന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികതയിലേക്ക് നമ്മൾ വീണ് കിടക്കും. അതായത് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭൗതികതയിലേക്ക് പോകും. നമ്മൾ ഈ ഭൗതികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്തുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് ക്ഷണികങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ലക്ഷ്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്ഷണികങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ ക്ഷണികങ്ങളായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം ക്ഷണികങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പൈസയ്ക്കായിരിക്കാം, കുറച്ച് പൈസ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ പൂജ ചെയ്യുന്നത്. ഓക്കെ, ആ പൂജ ചെയ്യുമ്പോൾ പൈസ കിട്ടും, അത് ക്ഷണികമാണ്, അത് കൊണ്ട് പോകാൻ പറ്റില്ലെങ്കും. അപ്പൊ അങ്ങനെ ക്ഷണികങ്ങളായിട്ടുള്ള ഫലം കിട്ടുമ്പോൾ എന്താ കുഴപ്പം? ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് പോവില്ല. അതിനെയാണ് ബുദ്ധിഹീനത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഴ്ച പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും. ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭൗതിക ലോകത്ത് ജനിക്കണം. കാരണം ഭൗതികത ഇവിടെ മാത്രമേ നടക്കുള്ളൂ. ആധ്യാത്മിക ലോകത്ത് പോകുമ്പോൾ നമ്മുടെ ഭൗതിക അഭിലാഷങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അവിടെ ഭഗവാന്റെ പ്രേമം, ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ സേവനം മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് ഏതെങ്കിലും ചെറിയൊരു ആഗ്രഹം ഉണ്ടോ, എനിക്ക് രസിക്കണം എന്നുള്ള ആഗ്രഹം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് രസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ, അപ്പോഴൊക്കെ നമ്മൾ തിരിച്ച് ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് വീഴ്ചയാണ് ഫലം എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ കുറച്ചും കൂടി വിസ്തരിച്ച് പറയാണ് ഭഗവാന്റെ ഭക്തന്മാരുടെയും ദേവതാ ഭക്തന്മാരുടെയും പ്രാപ്യസ്ഥാനം എവിടെയാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. എവിടെയാണ് പ്രാപ്യസ്ഥാനം? യാന്തി ദേവവൃതദേവാൻ പിതൃൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോപി മാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. അതായത് അവര് ആ ദേവന്മാരുടെ സ്ഥലത്ത് ചെല്ലും. പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഇതാണ് ഭഗവാൻ പറയുന്ന ആ ഡിഫറൻസ് ആക്ച്വലി. അപ്പൊ ആരെയാണോ ആരാധിക്കുന്നത് ആ ലോകത്താണ്. ഓരോരുത്തർക്കും ഓരോ ലോകം. നമ്മൾ നേരത്തെ 14 ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉപരിലോകങ്ങളും താഴ്ന്ന ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ജനനമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ അന്ത്യകാലത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് ആ സൂക്ഷ്മ ശരീരം അതനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ലോകം. ഇപ്പൊ നമ്മൾ ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവലോകത്ത് ചെല്ലും, പിതൃക്കളെ ആണെങ്കിൽ പിതൃലോകത്ത് ചെല്ലും. ഭൂതപ്രേത പിശാചുകളെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ ലോകങ്ങളിലേക്ക് പോകും, ലോവർ സ്പീഷീസിലേക്കൊക്കെ പോകും അവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ സ്ഥലത്തേക്ക് പോകും. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരെല്ലാം ഭഗവാന്റെ ധാമത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 8ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞല്ലോ. ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് അവിടെ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർ. അപ്പൊ ഇതാണ് ഭഗവാൻ ഇവിടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ പറയുന്നത്. അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെ വാസസ്ഥാനം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ദേവന്മാരെ ആരാധിക്കുന്നവരൊക്കെ ദേവലോകത്ത് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർ ഭഗവാന്റെ ധാമത്തിൽ പോകുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഈ വിവിധ ആരാധന മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായ അറിവിന്റെ മാർഗത്തിൽ നിൽക്കുന്ന ഭക്തന്മാര്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഭക്തന്മാര് എളുപ്പത്തിൽ ഭഗവത് ധാമത്തിൽ എത്താൻ കഴിയും എന്നുള്ള വിശ്വാസം വരുത്തുന്ന ഒരു ശ്ലോകമാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ ആരാധിക്കുന്നവര് ഇത് ഭഗവാന്റെ വാക്കുകളാണ്, നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയാണ്, എന്നെ ആരാധിക്കുന്നവർ എൻ്റെ ലോകത്തിൽ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നമ്മളുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, നമ്മൾ ചെയ്യുന്ന ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ചെയ്യുന്ന, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന എല്ലാം തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിലെത്തും, ആത്യന്തികമായ ഫലപ്രാപ്തിയിലെത്തും. ഇന്ന് ഏകാദശി ദിവസമാണ്, ഭഗവാന് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ നവധാന്യങ്ങൾ ഉപേക്ഷിച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്, ഭഗവാന്റെ ആരാധന രീതികളാണ്,
ഭഗവാൻ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലങ്ങൾ തീർച്ചയായിട്ടും ആത്യന്തിക റിസൾട്ട് ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് വിമുക്തി നേടുമ്പോൾ അതിന്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അറിയാൻ സാധിക്കും. ഡിറ്റാച്ച്മെന്റ്. പലപ്പോഴും പലതിനോടുമുള്ള ആസക്തി കൊണ്ടാണ് നമ്മൾ പല പല അധമ പ്രവൃത്തികൾ ചെയ്യുന്നത്, അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നത്. ആ ആസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കും ഗ്രാജുവലി. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഒരു ഭക്തന് തീർച്ചയായിട്ടും നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ആ ഭൗതികമായിട്ടുള്ള താല്പര്യം ഇല്ലാതാകുമ്പോൾ നമ്മൾ അധാർമിക പ്രവൃത്തികളിലേക്ക് പോകില്ല. അതികഠിനമായ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് ആളുകൾ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങളിലൂടെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതൊക്കെ ഇല്ലാതാകും. അപ്പൊ നമ്മള് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ ഇത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളല്ല. കാരണം ഇന്ന് നമ്മൾ നോക്കിയറിയാം, ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ, ഭൂരിഭാഗം ആളുകൾ. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരെ കരുണാപൂർവ്വം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവരെ നമുക്കൊക്കെ തന്നിരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയില്ല. ഇപ്പൊ ഞാനടക്കം നമുക്ക് ആർക്കും ഒരു യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. ഭഗവാന്റെ സേവനം ചെയ്യാനും, ഭഗവാനെ പറ്റി കേൾക്കാനും, ഭഗവത്ഗീത പഠിക്കാനും, ഭഗവത്ഗീത ശ്ലോകങ്ങൾ വായിക്കാനും, അങ്ങനെ ഏകാദശി ഉപവാസം നേരത്തെ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക, വല്ല രോഗം വന്നാലും മാത്രം. എന്നാലും നമ്മൾ ഫുൾ എന്തെങ്കിലും തട്ടിയ തന്നെ ചെയ്യുന്നത്, അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കില്ല. ഇതിപ്പോ ബോധപൂർവം ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മള് ഏകാദശി ഉപവാസം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഉയർന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇത് സാധാരണ ആക്ടിവിറ്റി അല്ല. അതായത് ഭക്തിയുത സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന തലത്തിലുള്ള, അതായത് ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്തിയുത സേവനത്തിന്റെ ആനന്ദം എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയ ആനന്ദം എന്തുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാത്തത്? കാരണം ഈ ആത്മീയ ആനന്ദവും ഭൗതിക ആനന്ദവും രണ്ടും രണ്ടാണ് ആക്ച്വലി. നമുക്കറിയാം അത്. കാരണം ഭൗതികമായിട്ടുള്ള ആനന്ദം, ആഹ്ലാദം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥൂല തലത്തിലുള്ളതാണ്, ഭൗതികമായിട്ടുള്ള ആനന്ദം. ആത്മീയ ആനന്ദം ആക്ച്വലി സൂക്ഷ്മ തലത്തിലുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥൂല തലത്തിലുള്ള വസ്തുക്കളെയും സ്ഥൂല തലത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും, അല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്ഥൂല തരത്തിലുള്ളതാണ്. അതുകൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ തരത്തിലുള്ള സാധനമാണ്. നമുക്കതിനെ നിയന്ത്രിക്കാൻ പാടില്ല. സൂക്ഷ്മ തലത്തിലാവുമ്പോൾ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആത്മീയ ആനന്ദം സൂക്ഷ്മ തലത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഗ്രഹിക്കാനായിട്ട് വലിയ പാട്. അപ്പൊ ആത്മീയ ആനന്ദം ഗ്രഹിക്കാനായിട്ട് ഈ ഭൗതിക ആനന്ദം ഗ്രഹിക്കുന്ന മാർഗം സ്വീകരിച്ചാൽ പോരാ. അപ്പൊ ആത്മീയ ആനന്ദം ഗ്രഹിക്കുന്നതിന് ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥ നമ്മൾ എത്തണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലേക്ക് നമ്മൾ ഉയരണം. ആത്മീയാനന്ദം, അതുകൊണ്ടാണ് ആത്മീയാനന്ദം എല്ലാവർക്കും കിട്ടാത്തത്. അപ്പൊ ആത്മീയാനന്ദത്തിലേക്ക് ഉയരാനായിട്ട് ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ പ്രത്യേക തലത്തിലുള്ള ജീവിതം അനുഷ്ഠിക്കണം ആത്മീയാനന്ദം അനുഭവിക്കാനായിട്ട്. അപ്പൊ ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. ആ ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ ഉണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്, ചില നിയമങ്ങൾ പാലിക്കണം. ഇതെല്ലാവർക്കും സാധിക്കില്ല. ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മീയ തലത്തിലേക്ക് ഉയർന്ന് ആ സൂക്ഷ്മ തലത്തിൽ ആത്മീയാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചിലപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, ഇപ്പൊ ഏകാദശി ഉപവാസം നടത്തണം, പിന്നെ ചിലപ്പോൾ നമ്മൾ മത്സ്യമാംസാദികളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശ്രമം നടത്തും, ഭഗവാന് പൂജകൾ ചെയ്യും, ഇപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കും, ഭഗവത്ഗീത വായിക്കണം. അപ്പൊ അത് വേറൊരു തലത്തിലുള്ള ജീവിതമാണ്, ഉയർന്ന തലത്തിലുള്ള ജീവിതമാണ്. അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയും. ഇതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു തപസ് പോലെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ആ തപസ്സിലൂടെയാണ് ആക്ച്വലി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു തപസ്സാണ്, ഇല്ലേ? നമ്മള് ഇന്ന് ഇഷ്ടംപോലെ ഭക്ഷണം നമുക്ക് അവൈലബിൾ ആണ്, എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ ബോധപൂർവം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ ബോധപൂർവം ഒരു ഇൻകൺവീനിയൻസ്, അതായത് ഇപ്പൊ നമുക്ക് ചെറിയ വിശപ്പൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫീലിംഗ് ക്ഷീണമൊക്കെ ഉണ്ടാവും, അത് ബോധപൂർവം സ്വീകരിക്കുകയാണ്. എന്തിനാണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിപ്പിക്കുകയാണ്. അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത്, അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ ത്യാഗപൂർണമായ ലൈഫ് മനുഷ്യർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭൗതികമല്ലാത്ത ആത്മീയമായിട്ട് അങ്ങനെയുള്ള ആളുകളാണ് മനുഷ്യർ എന്ന് പറയുന്നത്.
അതായത് ജീവിതത്തിൽ മൃഗങ്ങളെ പോലെ ജീവിക്കാത്ത ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ, ഉയർന്ന തലത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അവര് ശുചിത്വം, ദാനധർമ്മങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കും. ശുചിത്വം, പിന്നെ സത്യസന്ധത, ധർമ്മം, ഇതൊക്കെ പരിപാലിക്കാൻ ശ്രമിക്കുന്നത് ഉയർന്ന തലത്തിലുള്ള ചിന്താഗതിയാണ്. അപ്പൊ ആ ഉയർന്ന തലത്തിലുള്ള ജീവിതം അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് ഉയർന്ന തലത്തിലുള്ള ആത്മീയാനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കില്ല. സാധാരണ രീതിയിൽ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ ഭൗതികാനന്ദം, ആർക്ക് വേണമെങ്കിൽ അനുഭവിക്കാം. മൃഗങ്ങൾക്ക് വരെ ഭൗതിക ആനന്ദം ഉണ്ടല്ലോ, അത് മൃഗങ്ങളുടെ ലെവലാണ്. അപ്പൊ ആത്മീയാനന്ദം അനുഭവിക്കുന്ന ഒരു മിനിമം ഓസ്ട്രിറ്റി, അതായത് ഒരു തപസ് ആവശ്യമാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, നാമം ജപിക്കുന്നു. ഇതൊന്നും നമ്മളൊരു നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, ബോധപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ്. എന്തിനാണ്? ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ എംപവർ ചെയ്യാനായിട്ട് നമ്മൾ ബോധപൂർവം ചെയ്യാണ്. ഈ തപസ് അനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇദ്ദേഹം തിരക്കാണ്, എന്നാലും ഇത് ചെയ്യുന്നുണ്ട്, ഏകാദശി ഉപവസിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഉയർന്ന തലത്തിലുള്ള അവബോധം കൊടുക്കും, ജ്ഞാനം കൊടുക്കും, ഉയർന്ന തലത്തിലുള്ള ആനന്ദം കൊടുക്കും. തീർച്ചയായിട്ടും ഇന്ന് ഏകാദശി ഉപവസിക്കുന്ന ആൾക്ക് ആനന്ദത്തിന്റെ അളവ് കൂടുകയുള്ളൂ. ഒരാൾ പോലും വിശന്നിരുന്ന് എനിക്ക് ഭയങ്കര വിശപ്പാൻ, ക്ഷീണമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ സ്വന്തം അനുഭവം അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ വിശന്നിരിക്കുകയോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരുന്ന ക്ഷീണവും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഏകാദശി ഉപവാസത്തിന് ശേഷം ക്ഷീണമുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന തലത്തിലുള്ള ആനന്ദം മാത്രമാണ് അവർക്ക് ഉണ്ടാവുക. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന്റെ ക്ഷീണമോ ഒന്നുമില്ല. നല്ല ഉണർന്ന പ്രവൃത്തിയാണ് നാളെ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ കഴിയുക. അതാണ് ഇത്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഭൗതികത ചിന്തയിൽ നിന്ന് നേരെ ഉയർന്ന ചിന്ത, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തയാണ് വരുന്നത്. അത് അനുഭവിക്കണം. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലുള്ളൂ. അതിനാണ് തപസ് എന്ന് പറയുന്നത്. അപ്പൊ തപസ് അനുഷ്ഠിക്കുന്നത് മനുഷ്യര് റിയൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഭഗവാൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, ഭഗവാന്റെ കരുണ തരും. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പണ്ട് ആദ്യത്തെ ദിവസം ഏകാദശി ഉപവാസം ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, പക്ഷെ ധാന്യങ്ങൾ കഴിക്കരുത്. അപ്പൊ ഞാൻ ഓക്കെ, എന്തെങ്കിലും കഴിക്കാലോ. ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും, പഴങ്ങൾ കഴിക്കുക, പാല് കുടിക്കുക, ഇതൊക്കെ ചെയ്യാം. അന്ന് കുഴപ്പമില്ല. വയറ് നിറച്ച് ഫുള്ളാക്കിയിട്ടായിരുന്നു അന്ന് നിന്നത്. ഏകാദശി എന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വയറ് ഫുള്ളാക്കി നിന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഏകാദശി. അത് വളരെ ബുദ്ധിമുട്ടി ചെയ്തു. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പയ്യെ 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 ചെയ്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണം വൈകി കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ഞാൻ ഇന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇതുവരെയും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണമില്ല. ഇന്നിപ്പോ രണ്ടാമത്തെ ക്ലാസ് ആണ്, ഒരു ക്ഷീണമില്ല. അപ്പൊ അങ്ങനെ ഒരു ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു, അല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കര ക്ഷീണമായേനെ ആക്ച്വലി. അപ്പൊ ഇതാണ് ആക്ച്വലി ഭഗവാന്റെ കാരുണ്യം. ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ഭഗവാൻ അങ്ങനെ കാരുണ്യം തരുമ്പോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെയൊക്കെ ഇത് ചൂസ് ചെയ്തേക്കണം. എന്തിനാണ്? ഭഗവാന് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവാനിലേക്ക് വരിക. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരൊക്കെ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട്, ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഭഗവാന് വേണ്ടത് ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അത് മാത്രമല്ല, ഇത് ആര് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവർക്ക്? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ചൂസ് ചെയ്യും. ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും ചൂസ് ചെയ്തിട്ട് എന്തിനാണ്? ഇത് അറിയാവുന്ന ആൾക്കാര്, ഇപ്പൊ ഏകാദശിയുടെ മഹാത്മ്യം അറിയാവുന്ന ആൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീതയുടെ മഹാത്മ്യം അറിയാവുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. ഹരിനാമ സങ്കീർത്തനത്തിന്റെ മഹാത്മ്യം അറിയുന്നത് നമ്മൾ മാത്രമാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. എന്താണ്? ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഭഗവാൻ നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് കാണുന്നത്. ഭഗവാന്റെ ആഗ്രഹം എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവത്ഗീത കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട്, ഇത് മനസ്സിലാക്കിയ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പ്രത്യേക കാരുണ്യം തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെ വേണം ഇത് മറ്റുള്ളവർക്ക് ചെല്ലാനായിട്ട്. അപ്പൊ നമ്മൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്. ഇത് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നല്ലോ. ഒരുപാട് പേർക്ക് അറിയാം. അതാരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കും? അറ്റ്ലീസ്റ്റ് നമ്മൾ പയ്യെങ്കിലും ഇതിൽ ഉയരാൻ കഴിയുന്നത് ആരെങ്കിലും നമുക്കിത് പറഞ്ഞു തന്നുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് പറഞ്ഞു തരല്, അല്ലേ? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കല് നമ്മളുടെ ഡ്യൂട്ടി അല്ലേ? അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങള് തികച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് തികച്ചും അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചു പേരെയെങ്കിലും ധർമ്മത്തിലേക്ക് ഉയർത്താനായിട്ട് നമുക്കൊരു ബാധ്യതയില്ലേ? അവരെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട. ജസ്റ്റ് ഭഗവാനെ കുറിച്ച് പറയുക, ഭഗവാന്റെ നാമത്തെക്കുറിച്ച് പറയുക, കുറച്ചു പേരെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് അവർ ഉയർന്നു വന്നോളൂ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും അടിച്ച് ഒന്നും ചെയ്തതല്ല. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വാലെങ്കിലും ജപിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഓക്കെ, ഇവൻ ഒന്നും കൂടെ ജപിച്ചോട്ടെ. അങ്ങനെ നമ്മൾ ജപിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഭഗവാന്റെ ഭഗവത്ഗീത കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ ശ്രമിക്കുന്നത്.
അപ്പൊ ആ കാരുണ്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആകണം, നമ്മളൊരു ഉപകരണമാകണം. ഇത് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഭഗവാൻ നമ്മളെ എംപവർ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മളൊരു കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിന് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആകുക. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ നാമം എത്തിക്കുക, ഭഗവാന്റെ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയുക, ഭഗവാന്റെ പൂജകളെ കുറിച്ച് പറയുക. അങ്ങനെ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഭഗവാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കൊക്കെ വേണ്ടിയിട്ട് ഭഗവാൻ എന്തിനാണ് നമുക്ക് ഈ കാരുണ്യം തന്നിരിക്കുന്നത്? ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. പക്ഷെ ഭഗവാൻ സ്നേഹപൂർവ്വം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഭഗവാൻ ആ കാരുണ്യമുള്ളത് കൊണ്ട്. ഭഗവാൻ നമ്മളിലൂടെ, അതാണ് അർജുനനോട് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഭക്തന്മാർ നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നത്. ഭക്തന്മാർ, ഇനി വരുന്നുണ്ട് ആ ശ്ലോകം, ഭക്തന്മാർ ഒരിക്കലും നശിക്കുന്നില്ല. കാരണം ഭക്തന്മാര് ഭഗവാന്റെ സേവനം, ഭഗവാന്റെ ഏറ്റവും വലിയ സേവനമാണ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനായിട്ട്, ഭഗവാന്റെ കാരുണ്യത്തിന് അർഹരാവാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ്യത നേടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആഗ്രഹം ഉണ്ടാകാം. ആകെ വേണ്ടത് എന്താണെന്ന് പറയാം, ഒരു ചെറിയ ആഗ്രഹം. എനിക്ക് ഭഗവാനെ സേവിക്കണം, എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകണം, എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഭഗവാന്റെ നാമം ജപിക്കാൻ എനിക്ക് കഴിയണം. അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ ഏകാദശി, ഈ ഏകാദശി ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത ഏകാദശിയെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് കഴിയണം. ആ ആഗ്രഹം മതി. അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു ഭക്തന് തീർച്ചയായിട്ടും ഭഗവാൻ വഴികാട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ കൃഷ്ണാവബോധത്തിൽ ഉയരാനും ഭഗവാന്റെ സേവനവും ചെയ്യാനും കഴിയട്ടെ. അതിന് ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു ഓൾ.